ഈ മാളിൽ ഒരു കട സ്വന്തമാക്കുന്നത് ഒരു സ്വപ്നം പോലെയാണ്. ലൊക്കേഷൻ നല്ലതും കുറേയധികം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതുമാണ്. പക്ഷേ നിക്ഷേപം വളരെ വലുതായിരിക്കും. കാരണം ഈ സ്ഥലം ഒരു ആഡംബര ലൊക്കേഷനാണ്. ഞങ്ങൾ വളരെയധികം പണം നിക്ഷേപിച്ചാലും അവശേഷിക്കുന്നവയിൽ നിന്ന് ഞങ്ങൾ ഷോപ്പ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കൂടാതെ വൈദ്യുതി, അറ്റകുറ്റപ്പണി, പ്രവർത്തന ചെലവ് തുടങ്ങിയ അധിക ചെലവുകളും പരിഗണിക്കേണ്ടതുണ്ട്. വളരെയധികം നിക്ഷേപത്തിന് ശേഷവും എൻ്റെ നിലവിലെ കടയിലെ അതേ ഉൽപ്പന്നങ്ങൾ ഞാൻ ഇപ്പോഴും വിൽക്കും. എന്താണ് ചെയ്യേണ്ടതെന്നും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഓഫർ ചെയ്യണമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊരു വലിയ ഷോപ്പ് വാങ്ങേണ്ടി വരും, അതും ഇതേ മാളിൽ. അത് കൈകാര്യം ചെയ്യാൻ ഒരു സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും. ഞാൻ എൻ്റെ പഴയ കട വിപുലീകരിക്കണോ അതോ ആ മാളിൽ ഒരു പുതിയ കട വാങ്ങണോ? എൻ്റെ പഴയ കട വിപുലീകരിക്കുന്നതിന് പകരം മാളിൽ ഒരു പുതിയ കട വാങ്ങിയാൽ ഞാൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ബിസിനസ് വിപുലീകരിക്കണം, എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ഗുണമുണ്ട്, നല്ല കസ്റ്റമർ വാക്കിൻ. പക്ഷേ എല്ലാ ഉപഭോക്താക്കളും എൻ്റെ കടയിലേക്ക് മാത്രം വരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. ക്രോമ, ബാറ്റ, സാറ തുടങ്ങിയ വലിയ ബ്രാൻഡുകൾക്കായി ഭൂരിഭാഗം ഉപഭോക്താക്കളും ഈ മാളിലേക്ക് വരും. അവരെല്ലാം എൻ്റെ കടയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത്തരം വലിയ ബ്രാൻഡുകളുടെ ഒരു ഫ്രാഞ്ചൈസി ലഭിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പിന്നെ കസ്റ്റമർ അക്വിസിഷൻ ആവശ്യമാണ്. പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട്. മാളിലെ ഒരു കടയോ ഷോറൂമോ എൻ്റെ സ്വന്തം കടയോ ആകട്ടെ. ഇതിനെല്ലാം പുറമെ ഈ മാളിൽ കസ്റ്റമർ അക്വിസിഷനായി ഞാൻ ഓഫറുകൾ നൽകേണ്ടി വരും. അതിനുള്ള ചെലവുകൾ ഞാൻ തന്നെ വഹിക്കേണ്ടിയും വരും. ഇതൊരു അപകടകരമായ ഓപ്ഷനാണ്. മാളിലൊരു കട വാങ്ങുന്നത് പ്രയോജനകരമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത്രയധികം പണം നിക്ഷേപിച്ചാലും അത് വിജയിക്കണമെന്ന് ഉറപ്പില്ല. ഹായ്, എൻ്റെ പേര് ആഞ്ചൽ. ഞാൻ ഗ്ലോബൽ ഗാലറിയിലെ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ആണ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ആളുകൾ കരുതുന്നതിന്റെ കാരണം ഈ വെല്ലുവിളികളാണ്. അതിനാൽ ഞങ്ങൾ 3 പ്രധാന വെല്ലുവിളികളെക്കുറിച്ചും പിന്നെ തീർച്ചയായും ഈ വെല്ലുവിളികൾക്കെല്ലാം എന്ത് പരിഹാരം നൽകാൻ കഴിയുമെന്നും ചർച്ച ചെയ്യും. നമ്പർ 1, ഒരു ബിസിനസ് സ്ഥാപിക്കുന്നതിന് വലിയ ചെലവുകളും പ്രവർത്തന മൂലധനവും ആവശ്യമാണ്. ഈ ആദ്യ വെല്ലുവിളി കാരണം പകുതി ആളുകൾക്കും അവരുടെ ബിസിനസ് ആരംഭിക്കാൻ കഴിയില്ല. കാരണം ഇതിന് പണം ആവശ്യമാണ്. അതും ഒരു ചെറിയ തുകയല്ല, ഇതിനൊരു വലിയ നിക്ഷേപം ആവശ്യമാണ്. അത് ആരംഭിക്കുന്നത് മുതൽ എല്ലാം സജ്ജീകരിക്കുന്നതിലും പിന്നീട് ആ ബിസിനസ് നടത്തുന്നതിനും നമുക്ക് വേണ്ടത് പണം മാത്രമാണ്. ഫിസിക്കൽ സ്പേസ് സജ്ജീകരിക്കുന്നതിന്, ഇൻവെന്ററി സംഭരണത്തിനായി നല്ല മനുഷ്യശക്തിയെ നിയമിക്കുക, പരിപാലന ചെലവ്, ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവ് മുതലായവയെല്ലാം ചേർത്ത് ബിസിനസ് നടത്തുന്നതിന് ചെലവുകൾ വഹിക്കേണ്ടതുണ്ട്. നമ്പർ 2, ഇപ്പോൾ നിങ്ങൾ ഇതിനകം നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പണം നിക്ഷേപിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരും. അത് കസ്റ്റമർ അക്വിസിഷൻ ആണ്. ഇപ്പോൾ അതിലും വലിയ പ്രശ്നമുണ്ട്. അത് നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷൻ ആണ്. അതിനാൽ കസ്റ്റമർ അക്വിസിഷൻ എന്നാൽ ഉപഭോക്താവിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷൻ എന്നാൽ ആ ഉപഭോക്താവിനെ നിങ്ങളോടൊപ്പം നിലനിർത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ വിപ്ലവം കാരണം ഒരു ഉപഭോക്താവുമായി ഒരു നല്ല ബന്ധം നിലനിർത്തുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഉപയോക്താക്കൾക്ക് വളരെയധികം ഓപ്ഷനുകളുണ്ട്. കിഴിവുകൾ, ക്യാഷ് ബാക്ക്, ഓഫറുകൾ മുതലായവ നൽകുന്ന നിരവധി വെബ്സൈറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാണ്. അതിനാൽ എല്ലാ ചെറുകിട ബിസിനസ്സുകളും ഇപ്പോൾ ഉപഭോക്താക്കൾക്കൊരു ബാക്കപ്പ് ഓപ്ഷനായി മാറി. ഉദാഹരണത്തിന്, ഇക്കാലത്തൊരു ഉപഭോക്താവ് സാധാരണയായി ഏതെങ്കിലും ഇലക്ട്രോണിക് ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ സവിശേഷതകൾ പരിശോധിക്കാൻ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് പോകും. നമ്പർ 3, മൂന്നാം നമ്പർ ചലഞ്ച് എല്ലാ ബിസിനസ്സുകാരും അനുഭവിക്കുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവ ഉപയോഗിച്ച് വിപുലീകരണമാണത്. കൂടാതെ ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനം. ഞങ്ങൾ വിപുലീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിന് നിങ്ങൾ തുല്യ തുക നിക്ഷേപിക്കണം. ചിലപ്പോൾ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം ആവശ്യമായി വന്നേക്കാം. വിപുലീകരണം എന്നാൽ നിങ്ങളുടെ ഇൻവെന്ററി വൈവിധ്യവത്കരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിലവിൽ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. അതൊരു നല്ല ഇലക്ട്രോണിക് ഷോപ്പാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വൈവിധ്യമാർന്ന ഇൻവെന്ററി നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫിസിക്കൽ സ്പേസ് ആവശ്യമാണ്. അതിനാലാണ് നിങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുന്നത്. അതിനാൽ നമ്മൾ പരമ്പരാഗത ബിസിനസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കാരണം നമ്മൾക്കൊരിക്കലും ഒരു ഉപഭോക്താവിൽ നിന്ന് ഒന്നിലധികം വരുമാനം നേടാൻ കഴിയില്ല. ഇപ്പോൾ ഈ വെല്ലുവിളികളെ എല്ലാം തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന തികഞ്ഞ പരിഹാരം എന്താണ്?
അതിനാൽ ഞങ്ങളുടെ പക്കലുള്ള ഡൈനാമിക് സൊല്യൂഷൻ UPOS ഡിജിറ്റൽ ആണ്. എന്താണ് UPOS? ഇപ്പോൾ ഈ ഡിജിറ്റൽ മാളിൽ എന്താണ് ഉള്ളത്? അപ്പോളോ, ബാസ്കിൻ റോബിൻസ്, അലൻ സോളി, കല്യാൺ ജുവലേഴ്സ് തുടങ്ങിയ 34,000-ലധികം മെഗാ സ്റ്റോറുകൾ രാജ്യത്തുടനീളം സ്ഥിതി ചെയ്യുന്നു. ആമസോൺ, മിന്ത്ര, Booking.com, അജിയോ തുടങ്ങിയ 150+ മികച്ച ഷോപ്പിംഗ് വെബ്സൈറ്റുകളുണ്ട്. ഫ്ലൈറ്റ് ബുക്കിംഗ്, ഇൻഷുറൻസ്, ട്രാവൽ സേവനങ്ങൾ, ബിൽ പേ റീചാർജ് മുതലായവ ഉൾപ്പെടുന്ന UPOSൽ മൊത്തത്തിൽ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുണ്ട്. നിലവിൽ 20,000+ പ്രാദേശിക വിൽപ്പനക്കാരുമുണ്ട്. ഇത് 36 ലക്ഷമായി ഇനി ഉയരും. UPOSൽ എന്താണുള്ളതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ പ്രധാന കാര്യം അത് നിങ്ങളെ എങ്ങനെ സഹായിക്കും എന്നതാണ്. അടിസ്ഥാനപരമായി ഈ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് UPOS വഴി വിൽക്കാൻ കഴിയും. അതും ഇൻവെന്ററിയിൽ നിക്ഷേപമില്ലാതെ. ഇതിനർത്ഥം ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയും ലഭിക്കുന്നു. കാരണം ഗ്ലോബൽ ഗാർണർ ഇതിനകം എല്ലാവരുമായി സഹകരിക്കുകയും നിങ്ങൾക്കായി ഒരു നൂതന ഡിജിറ്റൽ പവർ ഹൗസ് പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആമസോണിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ നിങ്ങളുടെ പതിവ് കസ്റ്റമർ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം, ഈ വലിയ ബ്രാൻഡുകളുടെയും വെബ്സൈറ്റുകളുടെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയുമെന്ന്. നിങ്ങൾക്ക് അവരുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് നടത്താം. നിങ്ങൾക്ക് അവർക്കായി ഇൻഷുറൻസ് സേവനങ്ങൾ നൽകാം. ലാബ് ടെസ്റ്റിംഗ് സേവനങ്ങൾ, മൊബൈൽ ATM മുതലായവ നൽകാനും ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനം നേടാനും കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ UPOS അപ് സബ്കാ ബിസിനസ് ഹേ അപ്നാ ബിസിനസ് എന്ന് പറയുന്നത്. അധിക ക്യാഷ് ബാക്കും ഓഫറുകളും ഉപയോഗിച്ച് ഈ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു വസ്തുത പങ്കിടും. ഡാറ്റ അനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യയുടെ 5% മാത്രമേ ഓൺലൈൻ ഇടപാടുകൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. മിക്ക വെബ്സൈറ്റുകളും ഇംഗ്ലീഷ് ഉള്ളടക്കത്തിലാണ് ലഭിക്കുന്നത്. കൂടാതെ ഇന്ത്യക്കാർ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. കാരണം അവർക്ക് എളുപ്പത്തിൽ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയില്ല. ഇനിയും ഇത്തരം കാരണങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത വെല്ലുവിളികൾ അനുസരിച്ച് UPOSന്റെ കൂടുതൽ നേട്ടങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ആദ്യത്തെ വെല്ലുവിളി ഒരു ബിസിനസ് നടത്തുന്നതിനുള്ള വലിയ ചെലവും പ്രവർത്തന മൂലധന ആവശ്യകതയുമായിരുന്നു. വാസ്തവത്തിൽ UPOS ഇതിനുള്ള ഒറ്റത്തവണ പരിഹാരമാണ്. ഒന്നാമതായി ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിനാൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്പേസ് ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിലവിലുള്ള കടയിൽ നിന്നോ UPOS വഴി 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കാൻ കഴിയും. ആഡ് ഓൺ പ്രശ്നം എന്നത് ഇൻവെന്ററി സംഭരണമായിരുന്നു. വീണ്ടും ഇൻവെന്ററി സൂക്ഷിക്കാൻ ഫിസിക്കൽ സ്പേസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും നല്ല കാര്യം വിൽക്കാൻ നിങ്ങൾക്ക് വലിയതും വൈവിധ്യമാർന്നതുമായ ഇൻവെന്ററി ലഭിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവോ ഇൻവെന്ററി കേടുപാടുകളോ ഇല്ല. അതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം കാരണം പരിപാലന ചെലവ് 0 ആണ്. രണ്ടാമത്തെ വെല്ലുവിളി കസ്റ്റമർ അക്വിസിഷനും നിലവിലുള്ള ഉപഭോക്തൃ നിലനിർത്തലുമാണ്. ഇപ്പോൾ വളരെയധികം പണം നിക്ഷേപിച്ച ശേഷം നിങ്ങൾ ഇതിനകം ഒരു പതിവ് ബിസിനസ് ആരംഭിച്ചു. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് ഉപഭോക്താവിനെ കൊണ്ടുവരും? അതിനായി നിങ്ങളുടെ പ്രദേശത്ത് മാർക്കറ്റിംഗും പ്രൊമോഷനും ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം ലൊക്കേഷനിൽ നിന്ന് ഉപഭോക്താക്കളെ ആകർഷിക്കേണ്ടതുണ്ട്. എന്നാൽ UPOS ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ തടസ്സവും നേരിടേണ്ടി വരില്ല. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം മറ്റുൽപ്പന്നങ്ങളും രാജ്യത്തുടനീളം വിൽക്കാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഏതെങ്കിലും കുടുംബ സുഹൃത്തുക്കൾ ബാറ്റയിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ബാംഗ്ലൂരിലും നിങ്ങൾ ഡൽഹിയിലുമാണ്. നിങ്ങളുടെ UPOS വഴി അടുത്തുള്ള ഏതെങ്കിലും ബാറ്റ ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടണം. കമ്മീഷൻ നിങ്ങളുടേതായിരിക്കും. ഇതിനർത്ഥം നിങ്ങൾക്കായി പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തേണ്ടതില്ല. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളിൽ നിന്ന് ഒരു ഫോൺ കോൾ അകലെയാണ്. ഇപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ UPOS ഉപയോഗിച്ച് എളുപ്പമുള്ള ജോലിയായി മാറിയിരിക്കുന്നു. പക്ഷേ നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷൻ എന്താണ്? നിങ്ങളുടെ ഉപഭോക്താവിനെ എങ്ങനെ നിലനിർത്തും? വാസ്തവത്തിൽ ഓരോ വാങ്ങലിലും നിങ്ങളുടെ ഓരോ ഉപഭോക്താക്കൾക്കും 2% മുതൽ 100% വരെ ഉറപ്പുള്ള ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. പക്ഷേ എങ്ങനെ? നിങ്ങളെപ്പോലുള്ള ആളുകൾക്കായി ഞങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം സൃഷ്ടിച്ചു. അവിടെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് പകർപ്പവകാശമുള്ള ക്യാഷ് ബാക്ക് ലഭിക്കും. ഞങ്ങളുടെ അടുത്ത ഉപയോക്തൃ വിഭാഗത്തിൽ അത് മനസ്സിലാവും. അതിനാൽ നിങ്ങളുടെ ഉപയോക്താക്കളോട് പറയുക, നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങുന്ന എന്തിനും മറ്റു വലിയ ബ്രാൻഡുകളെ പോലെ അധിക ക്യാഷ് ബാക്കും ഓഫറുകളും ഞാൻ നിങ്ങൾക്ക് നൽകും. നമ്മളുടെ മൂന്നാമത്തെ വെല്ലുവിളി വൈവിധ്യമാർന്ന ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവ ഉപയോഗിച്ച് വിപുലീകരണമാണ്. കൂടാതെ ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനവും. അതായത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുക. നിങ്ങൾക്ക് നൽകിയ ഉദാഹരണം പോലെ ഒരു മൊബൈൽ ഷോപ്പ് പൂർണ്ണമായ ഇലക്ട്രോണിക് ഷോപ്പായി വികസിക്കുന്നു. അതിനാൽ സങ്കല്പിക്കുക, ഈ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് UPOS ഉണ്ടെങ്കിൽ അധിക ഫിസിക്കൽ സ്പേസ് നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഇൻവെന്ററി സംഭരണമില്ല.
ഒരു ഉപഭോക്താവിൽ നിന്ന് പ്രതിമാസം ശരാശരി 2000 രൂപ വരെ സമ്പാദിക്കാം. നിങ്ങൾക്ക് 100 ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ പ്രതിമാസം 2 ലക്ഷം രൂപയും ബിസിനസ്സും തുടരും. 72,000 രൂപ പ്ലസ് GSTക്ക് UPOS നേടുന്നതിലൂടെ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ബിസിനസ് വാഗ്ദാനം ചെയ്യാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾക്ക് 18 ബ്രാഞ്ചുകളും സൃഷ്ടിക്കാൻ കഴിയും, അതും 0 മുൻകൂർ ചെലവിൽ. അതിനാൽ ഞങ്ങൾ പറയുന്നു, UPOS ഉപയോഗിച്ച് വാങ്ങലിന്റെയും വിൽപ്പനയുടെയും ഡൈനാമിക്സ് മാറ്റാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. അതിനാണ് UPOS ദി ഡിജിറ്റൽ മാൾ. അവിടെയുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ഒരു പുതിയ യുഗ പരിഹാരം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുക. ഇപ്പോൾ ഞാൻ മിസ്റ്റർ അമിത് സിംഗ് സന്ധുവിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം അടുത്ത ഭാഗം നിങ്ങൾക്ക് വിശദീകരിക്കും.